ഇവിടെ ഇപ്പൊ കാണുന്നത് സമുദായത്തിന്റെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് അവരെ സ്വതന്ത്രമായി വിടുന്നതിന് പകരം ഏച്ചുകൂട്ടുകയാണ് പലരെയും. കാരണം വോട്ട് ബാങ്കിനെ നിയന്ത്രിക്കാത്തവർ തങ്ങൾ വിചാരിച്ചാൽ സർക്കാരിനെ മറിച്ചിടാൻ കഴിയില്ല, സമ്മർദ്ദത്തിലാക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അവഗണിക്കുകയാണ് പതിവ്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ഒരു കാര്യം പറഞ്ഞു. ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മന്ത്രിമാര് പോലും, മുഖ്യമന്ത്രി അടക്കം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു കള്ളത്തരം ഇവിടെ പറഞ്ഞു. അയാൾ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ഈ ഭൂമി മലയാളത്തിലുള്ളവർക്ക് എല്ലാം അറിയാം. കാരണം നിമിഷപ്രിയയെ വിട്ടുകൊടുക്കാൻ കാന്തപുരം അല്ല ആര് വിചാരിച്ചാലും ഇപ്പൊ സാധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് കൊണ്ട് അങ്ങേരുടെ PR ഏജൻസി ഒരു വിഡിത്തം തട്ടി വിട്ടു. നിമിഷപ്രിയയെ അവിടെ ഇപ്പൊ വിട്ടയക്കാം. ഉടനെ മുഖ്യമന്ത്രിയുടെ ആശംസ വന്നു. മന്ത്രിമാരെല്ലാവരും വരിയായി നിന്ന് ആശംസ കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ സമുദായാംഗങ്ങളെ, സാമുദായിക നേതാക്കളെ, മതനേതാക്കളെ എല്ലാം കാണുമ്പോൾ രണ്ട് കണ്ണുകൊണ്ടാണ്, ഒരു കണ്ണുകൊണ്ടല്ല, ഒരേ രീതിയിലല്ല. ഒരു ഇരട്ടത്താപ്പ് നയമാണ് എല്ലാ കാര്യങ്ങളിലും ഉള്ളത്. യോഗീശ്വര സമുദായത്തെ സ്വതന്ത്ര സമുദായമാക്കി മാറ്റണം, അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കണം എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. സ്കൂൾ സമയം അരമണിക്കൂർ നീട്ടിയാൽ സമസ്ത പറഞ്ഞാൽ പ്രശ്നം, കാന്തപുരം പറഞ്ഞാൽ പ്രശ്നം, മറ്റെല്ലാവരും പറഞ്ഞാൽ പ്രശ്നമാണ്. ഉടനെ ചർച്ച നടക്കുന്നു, ചർച്ചയ്ക്ക് വിളിക്കുന്നു, ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് പറയുന്നു. മതമല്ല പ്രശ്നം എന്ന് പറയുന്നവര്, ഞങ്ങൾ മതനിരപേക്ഷതയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് പറയുന്നവര്, മതമേലധ്യക്ഷന്മാർ കണ്ണുരുട്ടുമ്പോൾ എല്ലാം മറന്ന് അവരുടെ പിന്നാലെ പോകുന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ. അതേസമയം ഭൂരിപക്ഷ സമുദായത്തിലെ ഉപജാതികളും ജാതികളും സമുദായ സംഘടനകളും ഒരാവശ്യം മുന്നോട്ട് വെച്ചാൽ തിരിഞ്ഞു നോക്കാൻ സമയമില്ല നമ്മുടെ കേരളത്തിലെ മുന്നണികൾക്ക്, ഭരണകൂടങ്ങൾക്ക്, സർക്കാരുകൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.